നമസ്കാരം. ഇൻട്രാകൾട്ട് എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. മലബാറിന്റെ ചരിത്ര താളുകൾ മറിച്ച് നോക്കുമ്പോഴാണ് ആകസ്മികമായിട്ട് ഒരു ധീര പോരാളിയുടെ ചരിത്രം ശ്രദ്ധയിൽപ്പെടുന്നതും. കേരളത്തിലെ ഒട്ടുമുക്കാലും, അതായത് മലബാറിലേക്കും അതുപോലെ തന്നെ തിരുവിതാംകൂറിലെയും രാജകുടുംബങ്ങളിലേക്ക് ധീര രാജകുമാരന്മാരെ സമ്മാനിച്ച ഒരു രാജകുടുംബമുണ്ട്. അതാണ് കോട്ടയം രാജവംശം എന്ന് ഏവർക്കും അറിയാം. അതുപോലെ തന്നെ നമുക്ക് പഴശ്ശിരാജയുടെ ധീരകൃത്യങ്ങളെക്കുറിച്ചും പോരാട്ടങ്ങളെക്കുറിച്ചും, അതുപോലെ സാമുദയുടെ കുടുംബത്തിലേക്ക് ദത്തെടുക്കപ്പെട്ട രവിവർമ്മമാരെ കുറിച്ചും അവരുടെ പോരാട്ടങ്ങളെക്കുറിച്ചും എല്ലാം നമുക്ക് അറിയാം. എങ്കിലും അതേപോലെ തന്നെ ഒരു വീരകൃത്യം നടത്തിയ അല്ലെങ്കിൽ പോരാട്ടം നടത്തിയ അവരുടെ അതേ യുദ്ധ ശൈലികൾ പിന്തുടർന്ന ഒരു രാജകുമാരന്റെ ചരിത്രം എന്തോ എങ്ങനെയോ നമുക്ക് കാര്യമായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ ചരിത്രമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. ഇതിലെ രാജകുമാരൻ എന്ന് പറയുന്നത് മറ്റാരുമല്ല, 1645 1696 കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ശ്രീ കേരളവർമ്മ രാജാവിനെ കുറിച്ചാണ്. ഇദ്ദേഹത്തിന് തിരുവിതാംകൂറിൽ എങ്ങനെ എത്താനുണ്ടായ സാഹചര്യം എന്തുകൊണ്ടാണ് അദ്ദേഹം തിരുവിതാംകൂറിൽ വന്ന് ചരിത്രം സൃഷ്ടിച്ച് ജീവത്യാഗം ചെയ്തത് എന്നതാണ് ഇനി പറയാൻ പോകുന്നത്. അതിനു മുമ്പ് തിരുവിതാംകൂറിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു ബേസിക് അല്ലെങ്കിൽ ഒരു പ്രാഥമികമായ ഒരു വിവരം ഇതിനെക്കുറിച്ച് അറിയാത്തവർക്ക് നൽകാം. തിരുവിതാംകൂറിന്റെ രാജവംശം എന്ന് പറയുന്നത് വളരെയധികം ചരിത്രപരമായ പോരാട്ടങ്ങളിലൂടെയും കഷ്ടപ്പാടുകളിലൂടെ എല്ലാം കടന്നു പോകുന്നതാണെന്ന് ഏവർക്കും അറിയാം. ഒട്ടുമുക്കാലും എല്ലാവർക്കും മാർത്താണ്ഡവർമ്മയുടെ നോവലിലും അതുപോലെ സിനിമയിലും സുഭദ്ര എന്ന സിനിമയിലൂടെയും അതുപോലെ തന്നെ മറ്റു ചരിത്രങ്ങളിലൂടെ എല്ലാം നിങ്ങൾ വായിച്ച് കാണും. അതുകൊണ്ട് കൂടുതലായിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നില്ല. തിരുവിതാംകൂറിൽ എന്ന് പറയുന്ന ഒരു രാജ്യം ആദ്യകാലങ്ങളിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല. അത് തെക്കുംകൂറ് വടക്കുംകൂറ് അങ്ങനെയൊക്കെ ആയിരുന്നു. പല ഭാഗത്തേക്ക് ചിരിച്ചെതറി കിടക്കുകയായിരുന്നു എന്ന് ഏവർക്കും അറിയാം. അതില് ഈ പ്രദേശങ്ങളില്, അതായത് ദേവസ്വം, അതായത് ക്ഷേത്രങ്ങളുടെ ഭരണം ഉണ്ടായിരുന്ന എട്ടര പോറ്റിമാരെന്നാണ്. എട്ടര യോഗം എന്ന് പറയുന്നത് 8 പോറ്റിമാരും അതുപോലെ തന്നെ അര എന്ന് ഉപയോഗിക്കുന്നത് അവിടെ ഒരു സോവറിനാണ്, രാജാവിനുള്ള അധികാരമാണ്. പക്ഷെ രാജാവിന് വോട്ടിംഗ് റൈറ്റ് ഉണ്ടായിരുന്നില്ല. ഈ ക്ഷേത്രങ്ങളിൽ അഭൂതപൂർവമായ സ്വത്തുക്കൾ ഉണ്ടായിരുന്നു. ഈ സ്വത്തുക്കളെല്ലാം കൈകാര്യം ചെയ്യുന്നതിനും അവയിലെ നികുതി പിരിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഈ 8 വീട്ടിൽ പിള്ളമാരെ നിയോഗിച്ചിരുന്നത്. അവരുടെ കീഴിൽ വേറെയും മാടമ്പിമാരുണ്ടായിരുന്നു. അങ്ങനെ ചെറിയ പ്രദേശങ്ങളായി ഓരോരോ മാടമ്പിമാരാണ് ഈ പ്രദേശങ്ങളൊക്കെ നിയന്ത്രിച്ചിരുന്നത്. അപ്പോൾ ഈ ബ്രാഹ്മണർക്ക് അവിടെ ഉണ്ടായിരുന്ന അധികാരം എന്ന് പറയുന്നത് അഭൂതപൂർവമായിരുന്നു. രാജാവിനേക്കാളും കൂടുതൽ ഭരണത്തിൽ അധികാരം അവർക്കുണ്ടായിരുന്നു. ആ കാലഘട്ടങ്ങളിൽ, ആ സമയത്ത് ഈ ആദിത്യവർമ്മ വരുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന, നമുക്കറിയാം, വീരമാർത്താണ്ഡവർമ്മയെ കുറിച്ചൊക്കെ അറിയുന്നുണ്ടായിരിക്കും. അദ്ദേഹമാണ് ക്ഷേത്ര കാര്യങ്ങളിലൊക്കെ ഇടപെട്ടിട്ട് ഇതിന്റെ കണക്കുകളൊക്കെ പരിശോധിക്കാൻ തുടങ്ങിയതോടുകൂടി വളരെയധികം എതിർപ്പുകളൊക്കെ ഉണ്ടായി. പിന്നീട് ഒരു 150 വർഷത്തോളം വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പോയെങ്കിലും ഇവർ തമ്മിൽ ഏറ്റുമുട്ടലുകൾ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് വന്ന രാജാവാണ് ആദിത്യവർമ്മ രാജാവ്. അദ്ദേഹം പക്ഷേ ഈ മുന്നത്തെ രാജാക്കന്മാരുടെ പാത പിന്തുടർന്നില്ല. അപ്പോ ഈ രാജാവിനെയും രാജകുടുംബങ്ങളിലെയും ഇല്ലാതാക്കാൻ 8 വീട്ടിൽ പിള്ളമാര് ശ്രമിച്ചിരുന്നു എന്നാണ് ശങ്കുണ്ണി മേനോന്റെ പുസ്തകത്തിൽ എഴുതി കാണുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്കൊരു കാര്യം വിശ്വസിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ശങ്കുണ്ണി മേനോന്റെ പുസ്തകം മാത്രമല്ല, മറ്റ് പുസ്തകങ്ങളിലത്തെ വിവരങ്ങളും കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അങ്ങനെ 1677 ആദിത്യവർമ്മ മരണപ്പെടുന്നത്. അതിനു മുമ്പ് മറ്റു ചില കാര്യങ്ങൾ, വസ്തുതകളുണ്ട്, അതുകൂടി ഒന്ന് പറയാം. 1662 മുതൽക്ക് 1677 വരെ ഇവിടെ ദിവസപൂജകൾ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ അവിടെ ആറാട്ട് ഉത്സവം നടന്നിരുന്നില്ല. കാരണം അവിടെ മൂത്ത തിരുവിടിയർ എന്ന് പറയുന്നത്, ഇതിലെ ഏറ്റവും മൂത്ത രാജകുമാരൻ അല്ലെങ്കിൽ രാജാവ് വരണം ഈ ഉത്സവത്തിന്, എന്നാൽ മാത്രമേ ഉത്സവം നടക്കുന്നുള്ളൂ. അങ്ങനെ ഒരാൾ അവിടെ കാര്യമായി ഇല്ലാത്തത് കൊണ്ട്, അതിന്റെ അഭാവം കൊണ്ടും ക്ഷേത്രത്തിൽ ആറാട്ട് പൂജകളൊന്നും നടന്നിരുന്നില്ല. പിന്നീട് പൂജകളും നിന്നിരുന്നു. 1662 മുതൽ 677 ഞാനത് കുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോ അത് കഴിഞ്ഞ് പിന്നീട് ആദിത്യവർമ്മ മരിച്ചതിന് ശേഷമാണ് ഉമയമ്മ റാണി വരുന്നത്. ഇവരെ ആ വരുന്നതിന്റെ പശ്ചാത്തലം ഒന്ന് പറയാം. അതായത് ആദിത്യവർമ്മയുടെ ആ കൊട്ടാരം അവരുണ്ടായിരുന്നത്, അന്നത്തെ കാലത്ത് തിരുവാഴിക്കോടായിരുന്നു ആദ്യത്തെ ക്യാപിറ്റൽ ഉണ്ടായിരുന്നത് തിരുവിതാംകൂറിന്റെ. പിന്നീട് അവര് തിരുവനന്തപുരത്തേക്ക് മാറുന്നതാണ്. അപ്പൊ തിരുവനന്തപുരത്തായിരുന്നു ഈ യോഗക്കാരുടെ ഒക്കെ ഹെഡ് സ്റ്റേഷൻ അല്ലെങ്കിൽ അവിടുത്തെ ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ കൊട്ടാരത്തിന്റെ ചുറ്റുമുള്ള പ്രദേശങ്ങളെല്ലാം ഈ ഇവരുടെ കീഴിലുള്ളതായിരുന്നു.
അതായത് ദേവസ്വത്തിന്റെ കീഴിലുള്ളതായിരുന്നു. അതുകൊണ്ട് അവിടുത്തെ പ്രദേശങ്ങളിലെ ആളുകളുടെ മുകളിൽ ഇവർക്ക് ഭയങ്കര സ്വാധീനമായിരുന്നു. അങ്ങനെ ഒരു ദിവസം രാത്രി ഈ തീ അഗ്നിക്കിരയായി. അതിന്റെ കാരണം എന്ന് പറയുന്നത് എന്താന്ന് ആർക്കും അറിയില്ല. കാരണം ആ സമയത്ത് ആദിത്യവർമ്മയും പിന്നെ ഒരു സ്ത്രീയും അതുപോലെ തന്നെ രാജകുടുംബാംഗങ്ങളായ ഒരു സ്ത്രീയും പിന്നെ അതില് 6 രാജകുമാരന്മാരുമാണ് ഉണ്ടായിരുന്നത്. ഇവര് രക്ഷപ്പെട്ടു. തീ അങ്ങനെ കംപ്ലീറ്റ് അവിടുത്തെ ഔട്ട് ഹൗസും അല്ലെങ്കിൽ ഈ കൊട്ടാരത്തിനോട് ബന്ധപ്പെട്ട എല്ലാ വീടുകളും അഗ്നിക്കിരയായി. അതിനുശേഷം പിന്നീട് അവർ അവിടുന്ന് മാറുന്നത് കുറച്ച് അകലെയുള്ള പുത്തൻകോട്ട എന്ന് പറയുന്ന ഒരു കൊട്ടാരത്തിലേക്കാണ് അവർ പോകുന്നത്. കിള്ളിയാറ് നദിയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള നദിക്കരയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കുന്നിന്റെ മുകളിൽ ഉണ്ടായിരുന്ന ഒരു കോട്ടയാണ് ഈ പുത്തൻകോട്ട എന്ന് പറയുന്നത്. അപ്പൊ ഈ പുത്തൻകോട്ടയുടെ ഒരു പാലസ് ഉണ്ട്, ഒരു കോവിലകം ഉണ്ടായിരുന്നു. ആ കോവിലകത്തിന്റെ ചുറ്റുമായിട്ട് ഒരു കോട്ടയുണ്ടായിരുന്നു. അവിടെയായിരുന്നു ഇവർ താമസിച്ചത്. ഇളയരാജയ്ക്ക് ഉള്ളായിരുന്ന, അതായത് രണ്ടാമത്തെ രാജാവ് കഴിഞ്ഞ അദ്ദേഹത്തിന്റെ കോട്ടയായിരുന്നു അത്. അപ്പൊ അവിടേക്ക് ഇവർ മാറിയ സമയത്ത് ഈ യോഗക്കാരൊക്കെ പാടുകൂടിട്ട് രാജാവിനോട് വന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് ഇതിൽ പങ്കൊന്നുമില്ല, ഞങ്ങളല്ല അത് കത്തിച്ചത്, ഞങ്ങൾ ഇത് അറിഞ്ഞിട്ടുമില്ല എന്ന് അവർ പറഞ്ഞ് വീണ്ടും സൗഹൃദം ഭാവിച്ചു. അപ്പോൾ ഈ ആദിത്യവർമ്മ വളരെ ഒരു മൈൽഡ് ആയിട്ടുള്ള, വളരെ റിലീജിയസ് ആയിട്ടുള്ള, എന്തും വിശ്വസിക്കുന്ന ഒരാളായിരുന്നു അത്ര. അങ്ങനെ ഇവര് ഇടയ്ക്കിടയ്ക്ക് ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിവേദ്യമൊക്കെ കൊണ്ടുവരും, അതിൽ ഈ പായസമൊക്കെ കൊണ്ടുവരും. അപ്പൊ ഒരു ദിവസം ഈ പായസത്തിൽ വിഷം കലർത്തിയിരുന്നു എന്നാണ് പറയുന്നത്. അത് ആദിത്യവർമ്മ കഴിച്ചു, അസുഖബാധിതനായി അദ്ദേഹം മരിച്ചു എന്നാണ്. ഇതിന് തെളിവില്ല, കാരണം അദ്ദേഹം അസുഖം ബാധിച്ച് മരിച്ചതാണ്, ഇവര് വശം കൊടുത്തതാണെന്നൊന്നും അങ്ങനെ വിശ്വസിക്കാത്ത ചരിത്രകാരന്മാരും ഉണ്ട്. അതിനുശേഷം ഒരു ദിവസം ഈ യോഗക്കാരുടെ കുട്ടികളുടെ ഒപ്പം ഈ രാജകുമാരന്മാര് 6 പേരുണ്ടായിട്ട് 5 രാജകുമാരന്മാര് അവിടെ കളിക്കുകയായിരുന്നു ഒരു നിലാവുള്ള രാത്രിയിൽ. അപ്പൊ അതിലൊരു കുട്ടി പറഞ്ഞു, അത്ര കുറച്ചൊരു 3-4 ഫർലോങ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നല്ലൊരു വലിയൊരു കുളമുണ്ട്. ആ കുളത്തിന്റെ തീരത്ത് നല്ല പഞ്ചാര മണൽ, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ ഒരു വെളുത്ത മണലുള്ള സ്ഥലമാണ്, അവിടെ കളിക്കാൻ രസമാണ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയിത്രേ. അപ്പൊ ഈ കുട്ടികളെ അവിടെ കൊണ്ടുപോയ സമയത്ത് അവരവിടെ എത്തി കൊടുത്തിട്ട് ഈ യോഗക്കാരുടെ ശില്പന്തികളായ ആൾക്കാർ ഈ 5 കുട്ടികളെ പിടിച്ച് ഈ വെള്ളത്തിലേക്ക് മുക്കി കൊന്നു എന്നാണ്. അതിനുശേഷം മറ്റുള്ളവർ പറഞ്ഞു വരുത്തി ഈ കുട്ടികൾ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് മുങ്ങി മരിച്ചതാണ് എന്നാണ് അത്ര പറഞ്ഞു വരുത്തി. അപ്പൊ ഈ കുട്ടികളുടെ ശവശരീരം അവിടെ പൊങ്ങിക്കിടന്നു. അപ്പൊ ഇതൊന്നും ഈ റാണി അറിഞ്ഞില്ല. അതിനുശേഷം പിന്നീട് ആദിത്യവർമ്മ മരിച്ച അതേ സ്ഥലത്ത് തന്നെ, അല്ലെങ്കിൽ ശവസംസ്കാരം നടത്തിയ അതേ സ്ഥലത്ത് തന്നെ ഈ കുട്ടികളുടെ ശവസംസ്കാരം നടത്തി എന്നാണ് ഇയാളുടെ, അതായത് ശങ്കുണ്ണി മേനോന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പൊ ആ സ്ഥലം കൽവാക്കുളം എന്നാണ് ആ കുളത്തിന്റെ പേര്. അത് മണക്കാടിന് അടുത്തുള്ളതാണ്. കുറെ കാലം അവിടെ ഹിന്ദുക്കളുടെ ശവസംസ്കാരം നടന്നിരുന്ന സ്ഥലമായിരുന്നു. പിന്നെ ഈ കുളത്തിൽ കുറെ മൃഗങ്ങളെയൊക്കെ കൊണ്ടുപോയി അതിന്റെ ശവശരീരങ്ങളൊക്കെ അതിലിട്ടിട്ട് പിന്നെ ആ ഭാഗത്തേക്ക് ആളുകളെ പോയിരുന്നില്ല കുറെ കാലം എന്നാണ് പറയുന്നത്. അതാണ് അവിടുന്ന്. പിന്നെ അപ്പൊ എന്തായാലും റാണിക്ക് മനസ്സിലായി ഇനി ഒരാളാണ് അവനന്തരാവകാശി, ഒരാളെ ഉള്ളൂ, അയാളെ രക്ഷിക്കണം എന്നുണ്ടെങ്കിൽ അവിടുന്ന് മാറുക എന്നുള്ളത് കൊണ്ട് അവര് പിന്നീട് അവിടുന്ന് നഞ്ചങ്കോട് എന്ന് പറഞ്ഞ വേറൊരു സ്ഥലത്തേക്ക് അവർ മാറുകയാണ്. അപ്പൊ ആ മാറുന്ന അത് 1677 ഈ ആദിത്യവർമ്മ മരിക്കുന്നത്. അതിനുശേഷമാണ് ഇവര് മാറുന്നത്. അപ്പോ അന്ന് രാജഭരണത്തിനുള്ള പ്രായമായിട്ടില്ല ഈ കുട്ടിക്ക്. അപ്പൊ അതുകൊണ്ട് ഇവര് റീജന്റായി, ഉമയമ്മ റാണി റീജന്റായി. ഇതാണ് ആ അതുവരെ ഒരു ഘട്ടം. ഇനി നമ്മൾ അതിന്റെ തുടക്കത്തിലുള്ള മറ്റൊരു ഘട്ടം കൂടി ഞാൻ പറയാം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങളോട് 1677 വരെ ഈ പൂജകളും കാര്യങ്ങളും നടന്നില്ല. അതിനുശേഷം ഉമയമ്മ റാണി ആണ് ഇത് ഇടപെട്ടിട്ട് എന്ത് ചെയ്തത്, ഈ പൂജകൾ തുടങ്ങി. പക്ഷെ ഉമയമ്മ റാണിയെ ഇവര് മൂത്ത തിരുവടിയായിട്ട് അംഗീകരിച്ചില്ല ഈ തന്ത്രിമാരൊന്നും. അതിന്റെ ഒരു കാരണമുണ്ട്. അതുവരെ വേറെ ഒരു മൂത്ത തിരുവടികളില്ല അവിടെ, രാജകുടുംബത്തിൽ ഒരു മൂത്ത ആള് ഇല്ലാത്തത് കൊണ്ടായിരുന്നു അങ്ങനെ സംഭവിച്ചത്. അപ്പൊ അവിടെ ഒരു തർക്കം ഉണ്ടായിരുന്നു. അപ്പൊ ഇവര് ഈ ക്ഷേത്ര പൂജകളൊക്കെ തുടർന്നെങ്കിലും പിന്നീട് അത് കാര്യമായിട്ട് മുന്നോട്ട് പോയില്ല. 1682 പൂജ പിന്നീട് നിൽക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം വേറെ ചില സംഭവ വികാസങ്ങൾ നടക്കുന്നുണ്ട്. ഇവിടെ തന്ത്രിനെ മാറ്റുന്ന ഒരു പരിപാടി ഉണ്ടായി ക്ഷേത്രത്തിൽ. അപ്പൊ തന്ത്രി എന്ന് പറയുന്നത് ഒരു ഇതാണ്, അതായത് അവിടുത്തെ മോഷണം നടന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ തന്ത്രീനെ അവിടുന്ന് മാറ്റുന്നത്. അപ്പൊ ക്ഷേത്ര പൂജകളൊക്കെ നിൽക്കുന്നതിന് വേറെയും കാരണങ്ങളുണ്ട് കേട്ടോ. ഇവര് കുറെ പിഴ ചുമത്തിയിരുന്നു രാജകുടുംബത്തിലേക്ക്. ആ പിഴ ഒന്നും ഇവര് കൊടുത്തിരുന്നില്ല രാജാവ്, അതും ഇവര് പറയുന്നത്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇവർക്ക് അഭൂതപൂർവമായിട്ടുള്ള ഭരണം ഇതുണ്ടായിരുന്നു, അതായത് പവർ ഉണ്ടായിരുന്നു ഈ ക്ഷേത്ര യോഗക്കാർക്ക്. അപ്പൊ ഇയാളെ അറസ്റ്റ് ചെയ്യാൻ, അതായത് പിടിച്ചുകൊണ്ടുവരാൻ പറഞ്ഞു ഈ പൂജാരിയെ പിടിച്ചുകൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞപ്പോ ഇവർ ശിക്ഷിക്കാനാണെന്ന് വരും. ഇപ്പൊ ബ്രാഹ്മണരെ ശിക്ഷിക്കാനുള്ള അധികാരം രാജാവിന് ഇല്ല എന്നാണ് ഇവരുടെ വിശ്വാസം. അപ്പൊ എന്തായാലും ആ വിശ്വാസത്തിന്റെ മുകളില്
ഇതിങ്ങനെ വന്നപ്പോ ഈ മൂഞ്ചിറ വിട്ട് ഈ പൂജാരി അവിടുന്ന് പോയപ്പോ പൂജാരിയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവര് ശ്രമിക്കുന്നുണ്ട്. അത് ഒരു ഘട്ടം. ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. ഇവിടെ ഇവര് റാണി അവിടുന്ന് വിട്ടുപോയി കുറച്ചു കാലം രാജഭരണത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല എന്നും ശങ്കുണ്ണി മേനോൻ എഴുതിയിട്ടുണ്ട്. ആ സമയത്ത് രാജ്യം മുഴുവൻ ആകെ താറുമാറായി. അങ്ങനെ വേറെ ഇതിലേക്ക് വന്നു. അങ്ങനെ ഒരു സർദാർ വന്നു. ഈ സർദാർ എന്ന് പറയുന്നത് മുകിലൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ്. മുകിലൻ എന്നുള്ളത് മുഗൾ എന്നുള്ളത് വന്നാണ്. മുഗൾ രാജാവിന്റെ ഒരു താഴേക്കടയിലുള്ള ഒരു സർദാറാണ്. അദ്ദേഹം വന്ന് രാജ്യം ആക്രമിച്ചു എന്നും അങ്ങനെ ആക്രമിച്ച് തിരുവനന്തപുരം അവിടെ എത്താറായപ്പോ അവിടെ ഒരു പട്ടാന്മാര് എന്ന് പറയുന്നത് അവര് മുസ്ലിങ്ങൾ തന്നെയാണ്. അവര് രാജാവിന്റെ റോയൽറ്റി ഇവരോട് അടുപ്പം ഉണ്ടായിരുന്നുകൊണ്ട് അവർ പറഞ്ഞു ഉത്തര എന്തുകൊണ്ടാണ് റാണി ഇവിടുന്ന് നഞ്ചങ്കോട് പോയത്, അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ആക്രമിക്കരുത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ ഭാഗം മാത്രം വിട്ടു. തിരിച്ച് ഇദ്ദേഹം പോയി എടവായി വരെയുള്ള സ്ഥലങ്ങളിൽ കീഴടക്കി സർദാർ എന്നാണ് ഒരു ഇതിൽ പറഞ്ഞത്. എന്നാൽ ഒരു വിഭാഗം ശങ്കുണ്ണിമാരുടെ പുസ്തകത്തിൽ അങ്ങനെ പറഞ്ഞു. പക്ഷെ മറ്റു ചരിത്രകാരന്മാർ പറയുന്നത് അങ്ങനെ ഒരു സംഭവമേ ഇല്ല. കാരണം മധുര നായകന് അറിയാതെ വേറെ ഒരു മുസ്ലിം രാജ്യത്തെ ആൾക്കാരും ഈ തിരുവിതാംകൂറിലേക്ക് വരില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്, അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, വേറെ ചരിത്രകാരന്മാർ പറയുന്നത്. അപ്പൊ ഇനി ഈ കഥാപാത്രത്തിലേക്ക് വരാം. അപ്പൊ രാജ്യം ഭരിക്കാൻ ഒരു ഏബിൾ ആയിട്ടുള്ള ഒരാളെ കിട്ടണം. ആ ആളെ കിട്ടണം എന്നുണ്ടെങ്കിൽ അതിന് നല്ലൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ മഹാറാണിയായത് റാണി മഹാറാണി മൂത്ത താവഴി ആദ്യത്തെ താവഴി ആകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1677 ആയില്യം റാണി ആയില്യം തിരുനാൾ മരണപ്പെട്ടതിന് ശേഷം കൊല്ലം റാണിയാണ് മകീരം തിരുനാൾ ആറ്റിങ്ങലിലെ മൂത്ത തമ്പുരാട്ടി. അവര് മരിച്ചതിന് ആ മൂത്ത തമ്പുരാട്ടിയുടെ കാലത്ത് തിരുവിതാംകൂർ മന്ത്രിമാര് ഇതൊക്കെ ഞാൻ കുറിച്ചു വെച്ചിരിക്കുകയാണ്. എടത്തറ പോറ്റി, പണ്ടാല പണ്ടാല എന്ന് പറയുന്നത് അന്നത്തെ മന്ത്രിയാണ്, ഒരു പ്രമുഖനായ ഒരു മന്ത്രിയാണ്. അപ്പൊ അദ്ദേഹവും പിന്നെ അതുപോലെ തന്നെ കൊട്ടാരക്കര രാജ റാണിയെ കണ്ടിട്ട് അവരൊരു എഗ്രിമെന്റിൽ എത്തുന്നുണ്ട്. ഇതിനു മുമ്പ് വേറെ ചില കാര്യങ്ങളുണ്ട്, അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. വല്ല വീഡിയോ നീണ്ടുപോകുമെന്ന് എനിക്കറിയില്ല, ചരിത്രമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. അതായത് സാമൂതിരിയുടെ കൊച്ചി അദ്ദേഹം ഒരു പ്രാവശ്യം 15-ാം നൂറ്റാണ്ടില് ഈ തിരുവിതാംകൂർ ആക്രമിക്കുകയുണ്ടായി. അത് ഡച്ചുകാരുടെ അലയൻസിലാണ് ചെയ്തത്. അപ്പൊ കൊച്ചിയും പോർച്ചുഗീസുകാരും ഒരു അലയൻസ് ആയിരുന്നു. അപ്പൊ ഇവര് തമ്മിൽ ഭയങ്കര ശത്രുതയാണ്. അതിനുശേഷം ഇവർക്ക് തിരുവിതാംകൂറിലേക്ക് പലപ്പോഴും കോലത്തുനാട് നിന്നാണ് ദത്തെടുക്കുന്നത്. പക്ഷെ അതിന് ആദ്യം ഇവര് തയ്യാറായിരുന്നില്ല. അപ്പൊ ഈ റാണിയുടെ ഇതിലെ നിർബന്ധപ്രകാരമായിരുന്നു കൊച്ചി രാജ്യത്ത് നിന്ന് രവിവർമ്മയെ ഇവര് ദത്തെടുക്കുന്നത്. അപ്പൊ രവിവർമ്മയെ ദത്തെടുത്തതും ഈ വെട്ടുവീട്ടിൽ പിള്ളമാർക്കും അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾക്കും ഇഷ്ടപ്പെട്ടില്ല. കാരണം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവർ ഡച്ചുകാരോട് സപ്പോർട്ട് ചെയ്യുമെന്നുള്ളത് കൊണ്ട് ഇവരത് അംഗീകരിച്ചില്ല. അങ്ങനെ വരുമ്പോഴാണ് പിന്നെ ഉമയമ്മ റാണി ഇതിലേക്ക് വരുന്നതിന് മുമ്പ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത് അംഗീകരിക്കാൻ ഇവർക്ക് ബുദ്ധിമുട്ട്. അവര് കേരളവർമ്മ കൊട്ടാരക്കര അവിടുത്തെ കേരളവർമ്മയെ രാജാവാക്കാനാണ് അവര് താല്പര്യപ്പെട്ടിരുന്നത്. എന്തായാലും ഉമയമ്മ റാണി വന്നപ്പോ ഈ കേരളവർമ്മയെ പകരം രവിവർമ്മയെ രാജാവാക്കി തിരുവിതാംകൂറിലെ രാജാവാക്കിയിട്ട് നിർത്തി. അപ്പൊ രവിവർമ്മ ഉള്ള സമയത്ത് നമുക്കറിയാം ആ രവിവർമ്മയ്ക്ക് സപ്പോർട്ടായിട്ട് ആറ്റിങ്ങലിലെ റാണി അതുപോലെ കൊട്ടാരക്കര പിള്ളമാര് ഇവരൊക്കെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പൊ രവിവർമ്മയുടെ കീഴിൽ വരുമ്പോഴാണ് കൽക്കുളം ഒക്കെ വീണ്ടും തിരിച്ചു പിടിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇനി കേരളവർമ്മയുടെ നമ്മുടെ കഥാനായകന്റെ ഇതിലേക്ക് വരാം. ഇദ്ദേഹം ഞാൻ പറഞ്ഞല്ലോ ഡച്ചിൽ നിന്ന് ഇവിടുന്ന് യാത്ര പുറപ്പെട്ടു. അതായത് മലബാറിൽ നിന്ന് അമ്മയുടെ ഒരു നിർബന്ധത്തിന് വഴങ്ങി അല്ലെങ്കിൽ അമ്മയുടെ ഉപദേശപ്രകാരമാണ് അവിടുന്ന് പോരുന്നത്. കാരണം ഇതേ ഇടയ്ക്കിടയ്ക്ക് പോരാളി ഡച്ചുകാരോട് ഏറ്റുമുട്ടിയിരുന്നു അവിടുന്ന്. അങ്ങനെ ഒരു തീർത്ഥാടനത്തിന് മുമ്പ് രാമേശ്വരം പോകുന്ന വഴിക്കാണ് അദ്ദേഹം തിരുവിതാംകൂറിൽ വരുന്നത്. അങ്ങനെ തിരുവിതാംകൂറിൽ വന്ന് അവിടെ ഒരു ക്ഷേത്രത്തിലെ പൂജാരിയായി കണ്ടുമുട്ടി. അപ്പോ ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തിന് വളരെയധികം എല്ലാവിധ ആയുധ പരിശീലനങ്ങളും ലഭിച്ച നല്ല ഒരു കറകളഞ്ഞ ഒരു വ്യക്തി. അതുപോലെ തന്നെ കറകളഞ്ഞ പറഞ്ഞ എല്ലാ അഡ്മിനിസ്ട്രേഷനും ഒക്കെ അദ്ദേഹത്തിന് അറിയാം. അതുപോലെ തന്നെ നല്ലൊരു സ്കോളർ ആയിരുന്നു. അങ്ങനെ ഇദ്ദേഹത്തിന്റെ ഈ കഴിവതൊക്കെ കണ്ടിട്ടാണ് പോറ്റി അതായത് പൂജാരി ഈ ഇവിടെ കൊണ്ടുപോകുന്നത്, അതായത് റാണിയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത്. എന്നാൽ ശങ്കുണ്ണി മേനോന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് റാണി അദ്ദേഹത്തിനെ ക്ഷണിച്ചു വരുത്തി അദ്ദേഹത്തിന്റെ കൗൺസിലറാക്കി, അതായത് റാണിയുടെ കൗൺസിലറും കമാൻഡറും ആക്കി നിയമിച്ചു എന്നാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഈ കേരളവർമ്മ അവിടെ വന്നു. കേരളവർമ്മ വന്നതിന് ശേഷം അദ്ദേഹം ആദ്യം ആക്രമിക്കുന്നത് ഈ സർദാറിന്റെ സ്ഥലം മുകില് പിടിച്ചുള്ള സ്ഥലത്തെ ആക്രമിക്കുന്നതിനെ കുറിച്ചിട്ട് ശങ്കുണ്ണി മേനോൻ എഴുതിയിട്ടുണ്ട്. അതിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അദ്ദേഹം ഈ എടവായ വരെയുള്ള സ്ഥലത്ത് അവിടെ ഉണ്ടാകുമ്പോൾ ഈ കേരളവർമ്മ വന്ന ഉടനെ തന്നെ അദ്ദേഹം റോയൽ ആയിട്ടുള്ള അവിടുത്തെ ആൾക്കാരെയൊക്കെ സംഘടിപ്പിച്ചു.
അതായത് കൂറുള്ള രാജകുമാരനോ റാണിയോട് കൂറുള്ളവരെ സംഘടിപ്പിച്ചിട്ട് ഇദ്ദേഹം നല്ല ആയുധ പരിശീലനത്തൊക്കെ കൊടുത്തതിന് ശേഷമാണ് ഈ സർദാറിന്റെ അവിടെ പോകുന്നത്. അപ്പൊ അവര് ചെതറി നിൽക്കുകയായിരുന്നു, പലയിടത്തും ടാക്സ് പിരിക്കാനായിട്ട് പോയതായിരുന്നു ഈ സർദാർ എന്ന് പറയുന്നത് പഞ്ചാബി സർദാർ അല്ല, മുഗളൻ, അതായത് മുകിലൻ എന്ന് പറയുന്ന ആള്. അങ്ങനെ ഇവരെ ആക്രമിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇവർക്ക് ഒരുമിച്ച് ഉണ്ടായിരുന്നില്ല. അപ്പൊ കുറച്ച് സൈന്യം ഉണ്ടായിരുന്നുള്ളൂ, അവര് കാടിന്റെ ഇതിലായിരുന്നു. അപ്പൊ നല്ല ഗറില യുദ്ധമാണല്ലോ എപ്പോഴും പഴശ്ശിരാജയുടെ കുടുംബത്തിൽ നിന്നുണ്ടായിരുന്നത്. അപ്പൊ ഇവര് കാട്ടിൽ മറഞ്ഞു നിന്നുകൊണ്ട് ഇവരെ ആക്രമിക്കാൻ തുടങ്ങി. അങ്ങനെ ആക്രമിക്കാൻ തുടങ്ങിയപ്പോൾ ഈ സർദാറിന് എപ്പോഴും കുതിരപ്പട്ടാളും മറ്റുമൊക്കെ ഉണ്ട്, ഇവർക്കത് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇവര് കല്ലുകൾ ഉപയോഗിച്ചും അമ്പ് ഉപയോഗിച്ചും ഒക്കെയാണ് ആക്രമിക്കുന്നത്. അപ്പോഴേക്കും റീഇൻഫോഴ്സ്മെന്റ് വന്നു, മറ്റു ഭാഗത്തു നിന്നുള്ള കുതിരപ്പടയാളികളും വന്നു. അപ്പൊ ഈ സർദാർ നിന്നിരുന്നത്, അല്ലെങ്കിൽ ഈ മുഗലൻ നിന്നിരുന്നത് ഈ ഒരു മരത്തിന്റെ താഴത്തായിരുന്നു. മരത്തിന്റെ മുകളിൽ വലിയൊരു കടന്നൽ കൂട് ഉണ്ടായിരുന്നു അത്രേ. അതിലേക്ക് ഒരാൾ കല്ലെടുത്തെറിഞ്ഞപ്പോൾ ഇത് നേരെ താഴെ വന്ന് ഈ മുഗലനെ കടിച്ചപ്പോ അത് ഈ കുതിരയും കുത്തി. അപ്പൊ അദ്ദേഹം ചാടി താഴത്തേക്ക് ഇറങ്ങാൻ വേണ്ടി ശ്രമിച്ചപ്പോഴേക്കും കുതിര കുതറി അദ്ദേഹം താഴത്ത് വീണ ഉടനെ തന്നെ ഇവരൊക്കെ ഹൺഡ്രഡ്സ് ഓഫ് ആരോസ് സ്പിയേഴ്സ് എന്നാണ് പറയുന്നത്, സ്പിയേഴ്സിന്റെ. അതായത് നൂറുകണക്കിന് അമ്പുകൾ ഇദ്ദേഹത്തിനെ കുത്തി വീണു, പിന്നെ കല്ലുകൾ മൂടി, അങ്ങനെ ഇയാൾ മരിച്ചു എന്നാണ് ശങ്കുണ്ണി മേനോന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഇതല്ല എന്നാണ് മറ്റ് വേറെ ഒന്നിൽ കണ്ടത്. അതിൽ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം വിളിച്ചു കൊണ്ടുവന്നതാണ്. അതായത് ഈ എട്ടുവീട്ടിൽ പിള്ളമാരെയും മാടമ്പിമാരെയും ഒതുക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം ഒരു തന്ത്രം പ്രയോഗിച്ചു. മധുര നായ്ക്കരായിട്ട് അവിടുന്ന് കുറച്ച് പടയാളികളെ വിട്ടിട്ട് ഇവിടെ വന്ന് ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു യുദ്ധം നടന്നു. ആ യുദ്ധത്തിൽ ഇദ്ദേഹം എന്താ പറയാ പരാജയപ്പെട്ട പോലെ കേരളവർമ്മ അവിടുന്ന് പോകുന്നതിന് ശേഷം അവിടേക്ക് ഒരു സന്ധി സംഭാഷണത്തിന് വേണ്ടിയിട്ട് ഈ എട്ടുവീട്ടില് പിള്ളമാരെ മറ്റ് 16 പേര്, ആ 16 പേരെ വിളിക്കുന്നു. യോഗക്കാരൊക്കെ ഉണ്ടാവുമെന്ന് തോന്നുന്നു. അങ്ങനെ അവരെ വിളിച്ചപ്പോ എന്നിട്ട് അവരെ എല്ലാവരും കൊന്നു കഴിഞ്ഞാൽ അതുവരെയുള്ള എല്ലാ കുടിശ്ശികയും ട്രിബ്യൂട്ടൊക്കെ തിരിച്ചു കൊടുക്കാം എന്നായിരുന്നു കരാറ്. പക്ഷെ ഇവര് രണ്ടാളെ കൊന്നപ്പോഴേക്കും ബാക്കിയുള്ളവർ വന്ന് പറഞ്ഞു, നിങ്ങൾക്ക് എത്രയാ അവന് തരാനുള്ളത് വെച്ചാൽ ആ പൈസയ്ക്ക് ഞാൻ തരാം, നിങ്ങൾ ഇന്ന് പറഞ്ഞുകൊണ്ട് ഇയാളെ അങ്ങോട്ട് അനുനയിപ്പിച്ചപ്പോ ബാക്കിയുള്ള 14 പേരും രക്ഷപ്പെട്ടു എന്നാണ്. അപ്പോ ഇത് അറിഞ്ഞ കേരളവർമ്മ അദ്ദേഹം പിന്നീട് രാത്രിയോട് രാത്രി വന്ന് ഈ കൽക്കുളം ഫോർട്ട് വിട്ടിട്ടാണ് പോയിരുന്നത്. അത് ആക്രമിച്ചിട്ട് ഏകദേശം 90ഓളം പടയാളികളെ കൊന്നു എന്നാണ് അതിൽ പറയുന്നത്. അതാണ് ചരിത്രം എന്നാണ് മറ്റു ചിലർ പറയുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് വരാം. ഇതിനുശേഷം കേരളവർമ്മയുടെ ഇത് വന്നതോടുകൂടി രവിവർമ്മയുടെ ഭരണമൊക്കെ കുറച്ച് കുറഞ്ഞു. അതിന്റെ ഉള്ളില് നേരത്തെ കൊട്ടാരക്കരയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു രാജകുമാരനെ ഉണ്ടല്ലോ, മറ്റുള്ളവർക്ക് നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ഒരാളെ എടുത്തിട്ടുണ്ടല്ലോ, അദ്ദേഹത്തിന് പെൻഷൻ കൊടുത്തിട്ട് പറഞ്ഞയച്ചതിന്റെ പിന്നില് കേരളവർമ്മയാണ് എന്നാണ് പറയുന്നത്. പക്ഷെ രവിവർമ്മയ്ക്ക് അത് ഇത്ര ഇഷ്ടമായില്ല. കാരണം ഈ ഉമയമ്മ റാണിക്ക് ഇദ്ദേഹത്തിനോട് കേരളവർമ്മയോട് വളരെ അടുപ്പം ഉണ്ടായിരുന്നു എന്നാണ് ഡച്ച് റെക്കോർഡുകളൊക്കെ പറയുന്നത്. ഇദ്ദേഹം ഒരു എന്താ പറയാ അടുപ്പം ഉണ്ടായിരുന്നു ഉമയമ്മ റാണിയോട്. അവര് ഇടയ്ക്ക് ഇദ്ദേഹത്തിന്റെ കൂടെ താമസിച്ചിരുന്നു, അതായത് ഉറങ്ങിയിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഊഹാപോഹമാണോ ശരിയാണോ എന്ന് അറിയില്ല. എന്തായാലും വളരെയധികം അടുപ്പം ഉണ്ടായിരുന്നു. അപ്പോ ഈ രവിവർമ്മയുടെ കൂടെ ഉണ്ടാകുന്ന എട്ടുവീട്ടു പിള്ളമാരും കുറച്ച് ഗ്രൂപ്പുകളും അപ്പുറത്തുണ്ടായിരുന്നു. ഇദ്ദേഹം വന്നതിന് ശേഷം പിന്നെ ചില നയങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അങ്ങനെ അവർ തിരിച്ച് പോകുന്നുണ്ട്. നഞ്ചങ്കോട്ട് നിന്ന് കേരളവർമ്മ വന്നതിന് ശേഷമാണ് തിരിച്ച് തിരുവനന്തപുരത്തേക്ക് തന്നെ പോകുന്നു. പുത്തൻകോട്ട പൊളിച്ച് അതിന്റെ മെറ്റീരിയൽസ് ഒക്കെ എടുത്തിട്ട് 2 ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതായത് 2 കൊട്ടാരം അവിടെ നിർമ്മിക്കുന്നുണ്ട്. ഒന്ന് വലിയ കോയിക്കൽ കൊട്ടാരം, അതിൽ കേരളവർമ്മ താമസിക്കുന്നു, കോട്ടയം കേരളവർമ്മ. മറ്റേതില് റാണി താമസിക്കുന്നു. അതിന്റെ പേര് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഒന്ന് വലിയ കോയിക്കലാണ്, മറ്റത് തേവാരത്ത് കോയിക്കലാണ്. അതൊക്കെ ഞാൻ കുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ താമസിക്കുന്ന ആ സമയത്താണ് ഇവർ നമ്മൾ ഭയങ്കര അടുപ്പമായിരുന്നു എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഈ കേരളവർമ്മ കുറച്ച് കൂടുതൽ ഭരണം പരിഷ്കാരങ്ങൾ നടത്താൻ തുടങ്ങിയത്ര അത് കുറച്ച് കൂടുതലായി പോയി എന്നാണ് പറയുന്നത്. അത് ഇവർക്ക് പറ്റിയില്ല കൂടുതലായിട്ട്. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാല് ഇദ്ദേഹം ഇവിടെ വന്ന് നോക്കുമ്പോൾ ഈ മണ്ണാപ്പേടി പുലാപ്പേടി എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അതായത് ഒരു വൃശ്ചിക മാസ കാലഘട്ടങ്ങളിൽ എല്ലാ മലയാള മാസത്തിലും, അതായത് വൃശ്ചിക മാസത്തിൽ എല്ലാ വർഷത്തിലും ആ ദിവസം ഈ നായർ സ്ത്രീകൾ ആരെങ്കിലും പുറത്തേക്ക് സന്ധ്യയ്ക്ക് നേരത്ത് പുറത്തേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരു എന്താ പുലയനോ അല്ലെങ്കിൽ മണ്ണാനോ അദ്ദേഹത്തിന് ഈ പെൺകുട്ടിയെ കണ്ടാൽ മതി. ഒന്നുകിൽ കാണുക, അല്ലെങ്കിൽ കല്ലെടുത്ത് എറിഞ്ഞാൽ മതി, അല്ലെങ്കിൽ തൊടുക. ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് ഭ്രഷ്ടായി പിന്നീട് തിരിച്ചു പോകണം. അതായത് ഈ പറയുന്ന ആള് ഇത് സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ സ്വീകരിക്കാത്ത ആളെ കൊല്ലും. പോകാൻ ഇവള് മടിച്ചാൽ ഇവരെയും
കൊല്ലും. അങ്ങനെയൊക്കെ ഒരു നിയമമായിരുന്നു. അപ്പൊ ഇതൊരു അപരിഷ്കൃതമായ ഒരു നിയമമായതുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞു മേലാൽ ഇങ്ങനെ ഒരു പരിപാടിയേ ഇല്ല. കാരണം പലരും ഇത് വൈരാഗ്യം തീർക്കാനൊക്കെ വേണ്ടിയിട്ട് അത്ര ഉപയോഗിച്ചിരുന്നത്. അപ്പൊ പ്രത്യേകിച്ച് ചില ആൾക്കാരോട് അടുപ്പം വരുമ്പോൾ അവരുടെ ഇംഗിതത്തിന് നിൽക്കാതെ വരുമ്പോൾ ഇവരെ ഇറക്കി വിട്ട് ഇതിങ്ങനെ ചെയ്തതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ പിടിച്ചുകൊണ്ട് പോകുന്ന ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അതിനെ അറിവ് വരുത്താൻ വേണ്ടി ഇദ്ദേഹം ഒരു വിളംബരമൊക്കെ പുറപ്പെടുവിച്ചു. അപ്പൊ ആ വിളംബരം പുറപ്പെടുവിച്ചത് ഏകദേശം അതില് റാണിയുടെ അധികാരത്തിലും കൂടി ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് ഉണ്ടായിരുന്നു. അപ്പൊ ഈ കേരളവർമ്മേനെ പിന്നീട് രാജാവായി അംഗീകരിച്ചു. കൊറോണേഷൻ സെറമണിയെ കുറിച്ചിട്ട് റെക്കോർഡുകളിൽ വേറെ കൊടുത്തിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ പേരൊക്കെ ഇതായിട്ട് കൊടുത്തിട്ടുണ്ട് രാജാവ്. പക്ഷെ ശങ്കുണ്ണി മേനോന്റെ ഇതില് ഇദ്ദേഹത്തിന് കൂടെ ഒരു ഉപദേശകരും കമാൻഡന്റ് മാത്രമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ദത്തിന്റെ കാര്യം പോലും അതിൽ പറഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും ഇത് വലിയൊരു വിരോധമായി. പക്ഷെ റാണിയൊന്നും പറഞ്ഞില്ലെങ്കിലും 8 വീട്ടിൽ പിള്ളമാരും അതുപോലെ യോഗക്കാരൊക്കെ കൂടിയിട്ട് ഇദ്ദേഹത്തിനെ അപകടപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു വിവരം റാണിക്ക് അറിയാമായിരുന്നു. അങ്ങനെ ഒരു ദിവസം തിരുവനന്തപുരത്ത് റാണിയുടെ അടുത്തേക്ക് ഇദ്ദേഹം വന്നൊരു യോഗം ഇതൊക്കെ കൂടി അവിടെ സംസാരിക്കുന്നതിന്റെ ഇടയിൽ ആ സമയത്താണ് ഇത് ഉണ്ടാവുന്നത്. അതായത് വഴിയിൽ വെച്ചിട്ട് അത് കഴിഞ്ഞ് യോഗം കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു പോരുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, വർഷം 1696 തിരിച്ചു വരുന്ന വഴിക്ക് വെച്ചിട്ട് ഒരു വലിയൊരു കൂട്ടം ആളുകൾ കത്തിയും അതുപോലെ കഠാരിയും ഒക്കെ ആയിട്ട് ആക്രമിച്ച് അദ്ദേഹത്തിനെ കൊലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കൃതികളൊക്കെ എഴുതിയിട്ടുണ്ട്, ഒരുപാട് അഡ്മിനിസ്ട്രേഷൻ പരിഷ്കരണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. കാരണം പിന്നെ ഈ നികുതി ഇതൊക്കെ സൈന്യത്തിനെ സംഘടിപ്പിക്കാനും സൈന്യത്തിനെ ശക്തിപ്പെടുത്താനൊക്കെ അദ്ദേഹം ശ്രമിച്ചു. അതിന് ടാക്സ് ഒക്കെ വർദ്ധിപ്പിച്ചിരുന്നു പൈസ കണ്ടെത്താൻ വേണ്ടിയിട്ട്. പേഴ്സണൽ ബോഡി ഗാർഡുകളൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അങ്ങനെ ഒരു ചരിത്രമാണ് അദ്ദേഹത്തിന്റെ. അദ്ദേഹം കുറെ പുസ്തകങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. ഏതൊക്കെ പുസ്തകങ്ങളാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ചന്ദ്രോദയം, ഹംസപ്പാട്ട്, പത്മനാഭ കീർത്തനം, പിന്നെ രാഗമാലിക, ഇങ്ങനെയുള്ള ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ രാമായണ കിളിപ്പാട്ട് ഇദ്ദേഹം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആ വിഗ്രഹത്തിന്റെ താഴെ നിന്നിട്ടാണ് അത്. പിന്നെ വാൽമീകിയുടെ രാമായണം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം കുറച്ച് കഴിഞ്ഞ്. അങ്ങനെ നല്ല ഒരു കഴിവുള്ള ഒരു രാജകുമാരനായിരുന്നു ഈ കേരളവർമ്മ രാജാവ്, കോട്ടയം കേരളവർമ്മ രാജാവ്. അദ്ദേഹത്തിന്റെ ചരിത്രം ഒന്ന് വായിച്ചപ്പോൾ രസകരമായ ഒരു സംഭവം ഒരുപാടുണ്ട്. പക്ഷെ അത് വളരെ ചുരുക്കാൻ പറ്റുന്നിടത്തോളം ചുരുക്കിയിട്ടാണ് ഞാനിതിൽ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. അപ്പൊ വീണ്ടും പുതിയൊരു വിഷയവുമായിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി.